ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഹി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ പണികൾ ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഓർമ്മ വന്നത്. അപ്പോൾ ചോറായി, ചാടി കഴിഞ്ഞ് ചോറായി. പിന്നെ ഇന്നലെ കുറച്ച് മീൻ ബാലൻസ് വന്നില്ല, അത് കൂട്ടി വെച്ചിരുന്നു കേട്ടോ, മസാല കൂട്ടി വെച്ചിരുന്നു. അപ്പോൾ അത് വറുക്കാൻ വെച്ചപ്പോൾ എനിക്ക് വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പം കണ്ടത് വറുത്ത് ഞാൻ കോവയ്ക്കാഞ്ഞ് ഉപ്പേരി വെച്ചാണ്ട് കോവയ്ക്കേൻ്റെ എല്ലാം താളിക്കാൻ എന്നൊക്കെ ഒരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്മ മാങ്ങ അറക്കാൻ പോകുന്നുണ്ട്. ഒരു മാവിൽ നിറച്ച് മാങ്ങയുണ്ട്, കോമാങ്ങയാണ്. അപ്പം ഞാൻ അമ്മേൻ്റെ പിന്നാലെ മെല്ലൊന്ന് വെച്ച് പിടിച്ചു. എന്താ വെച്ചാൽ 2 മാങ്ങ കിട്ടി, അതായില്ലേ ഇഷ്ടം. ഞാൻ ചെല്ലുമ്പോൾ കണ്ടോ പാവട്ടോ, ആകെ വീർക്കിൽ തൊട്ടി കൊണ്ടുവന്നുണ്ട്. ഏതൊട്ട് ഉയർത്തഞ്ഞ് മാങ്ങ ഉണ്ട്, താഴത്തെ മാങ്ങ കയ്യൊക്കെയുള്ളവർ കൊണ്ടുപോയി. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ചോട്ടിലിങ്ങനെ തിരഞ്ഞു നോക്കുമ്പോൾ മാങ്ങ കിട്ടിയിട്ട് എനിക്ക് ആദ്യം ഒരു മാങ്ങ കിട്ടി. അത് ഈ മുന്നേ ഇട്ട് പോയ ആൾക്കാർ കാണാത്ത മാങ്ങകളാണ് കേട്ടോ. ഒക്കെ ആദ്യം 1 കിട്ടി, പിന്നെ 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി. 4 മാങ്ങ കിട്ടിട്ടോ. അപ്പോൾ ആ അമ്മയ്ക്ക് ഒറ്റൊരു മാങ്ങ കിട്ടിയിട്ടില്ല. അതിൽ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ശരിക്കും നോക്കി നിങ്ങൾക്ക് മാങ്ങ കിട്ടിയില്ലെങ്കിൽ എൻ്റെ മാങ്ങ തരാൻ കിട്ടിയാൽ. അപ്പോൾ അതിനൊന്നും സന്തോഷമായിട്ടോ. അതിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനൊരു മാങ്ങ കിട്ടി. അപ്പം എനിക്ക് സമാധാനമായിരുന്നു. കാരണം അപ്പോൾ അതാദ്യം വന്നിട്ട് ഒറ്റ മാങ്ങ കിട്ടില്ല എന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഞാൻ ഒരു കൊമ്പ് നല്ല കുലുക്കി ചാടിച്ചാണ്ട് ഒരു മാങ്ങ കൂടി കിട്ടിയില്ല. അപ്പം അതിന് 2 മാങ്ങ ആയിട്ടും. പിന്നെ ഞായ്ക്കും തന്നെ മരം കയറാൻ കഴിയില്ലല്ലോ, ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഇറങ്ങി എടുക്കുന്ന മാതിരി ഇങ്ങനെ തരേണ്ടി വരും. അതന്നെ, അല്ലെങ്കിൽ വലിയ തോട്ടിയൊക്കെ വേണം, തോട്ടിന് വിലങ്ങണതും വേണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു തോട്ടി കിട്ടി അവിടെ ഉണ്ടായിരുന്നു. ആരോ ഉപേക്ഷിച്ച് പോയതോ പിന്നീട് പറിക്കാമെന്ന് വെച്ച് പോയ തോട്ടി നല്ല കാനുണ്ടത്. അത് വെച്ച് ഞാൻ കുറേ ശ്രമിച്ചു നോക്കിയിട്ട് എനിക്കൊന്നും കഴിയില്ല. ഞാനതും ഒരേപോലെ തന്നെ എനിക്ക് തോന്നി. അതുകൊണ്ട് കയ്യിൽ അതിനും കഴിയുന്നില്ല. അവർക്ക് കിട്ടി 4 മാങ്ങ കൊണ്ട് ഞാൻ പോകുന്നു കേട്ടോ. കാരണം ഇനി പിന്നാലെ ഇനിയും മാങ്ങപ്പ് തരേണ്ടത് തോന്നി. അപ്പം ഞാനതിന് കാത്തിക്കാതെ, കാരണം നമുക്ക് അറിയുന്നതായിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. കോവയ്ക്ക പറിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ പരിപാടി ഉണ്ടായത്. അതിന് ഞാൻ വേഗം ആ 4 കിട്ടി വീട്ടിൽ പോകുന്നു കേട്ടോ. പഴുത്തിട്ടില്ല, ഒക്കെ ചനച്ചിട്ടുള്ളൂ. പച്ചയല്ല, ചനപ്പ് വന്നാണ്. 2 ദിവസം കഴിഞ്ഞാൽ പഴുക്കും. പക്ഷെ അതുവരെ നമ്മളെ മക്കൾക്ക് ഇതൊക്കെ ക്ഷമ ഉണ്ടാവില്ല. കാരണം ശ്രീകുട്ടി സാറിനൊക്കെ മാങ്ങേൻ്റെ ഭയങ്കര ഫാൻസാണ്, പുളിയുള്ള. ഇതിനെ കോമാങ്ങയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അല്ല, ഞാൻ വീടെത്താനായപ്പോൾ കണ്ടോ കുട്ടികളുടെ തന്നെ വരാൻ തുടങ്ങി. നന്ദും ശ്രീകുട്ടിയാണ് വരുന്നത്. അതിന് എങ്ങോട്ടാ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചയക്കാണ്. അപ്പോൾ വീട് പണിയെന്ന് പറഞ്ഞിരുന്നില്ലേ, ഇതായിട്ട് നമ്മളെ വീട് ഏകദേശം പണികളൊന്നൊക്കെ പകുതിയായിട്ടുള്ളൂ, കഴിഞ്ഞിട്ടില്ല. ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയുണ്ട് നല്ലൊരു സംഖ്യക്കുള്ള പണി. അതല്ലേ, അതാണ് ഞാൻ പിന്നെ അധികം കാണിച്ചെത്തുന്നുണ്ട്. അറിയാം, കുറച്ചുകൂടെ ആയിട്ട് കാണിക്കുക വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ വീട്ടിൽ മാങ്ങ തിണ്ടുമ്പോൾ വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. തുടങ്ങി മക്കളൊക്കെ പാടാതെ കീം അത് മറ്റേത് കീയാണ്ട് ആകെ അലങ്കോലപ്പെടുത്തി കച്ചറ കൂടി. പിന്നെ അതവിടെ നോട്ടിച്ചെന്നെ വേഗം കോവയ്ക്ക് പറിക്കാൻ ഇറങ്ങിയിട്ടോ. സമയം 12 മണി കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കണമല്ലോ. അപ്പോൾ രണ്ട് കോവയ്ക്ക് പറിക്കാൻ പുറപ്പെട്ടു. അപ്പോഴും ശ്രീയും സായും കാശിക്കുട്ടിൻ്റെ ഒപ്പം വന്നു കേട്ടോ. കാശിക്കുട്ടിന് ചോട്ടെന്നാണ്ട് പറിക്കേണ്ടൊക്കെ എടുത്ത് വലിച്ചെറിയുന്നത് ഇതിലാണ്, പണിയിലാണ്. പിന്നെ ഞാൻ കുറച്ച് കോവയ്ക്ക് പറിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം കോവയ്ക്ക് പറിക്കുമ്പോൾ എപ്പോഴും നോക്കി പറിക്കണം. ഇത് ഞാൻ പൊക്കം മൂത്തിട്ട് ഉള്ളല്ലോ പഴുത്തണ്. അപ്പോൾ പഴുത്ത കോവയ്ക്ക അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര കൊഴുപ്പാവും. മൂക്കാതെ കിട്ടണം, അതാണ് ഭയങ്കര രുചി. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല കുറച്ച് കോവയ്ക്ക ഞാൻ പറിച്ച് ഒപ്പിച്ചിട്ടോ. ഞാൻ കോവയ്ക്ക ഇട്ട് ചെന്നപ്പോഴാണ് കുട്ടികൾക്ക് മാങ്ങ ചെത്തണമെന്ന് പറഞ്ഞത്. അതിലൊരു മാങ്ങ ഞാൻ എന്താ ഇത് ചെത്തി കൊടുത്തു. ഉള്ളു കണ്ടില്ലേ, ചനച്ചുണ്ടോ, നല്ല ചനപ്പ് വന്നിട്ട് മാങ്ങ. അപ്പോൾ ഈ മാങ്ങ ഇതിന് നല്ല ടേസ്റ്റാവും. ഉപ്പുവെള്ളം കൂട്ടി അടിപൊളിയാവും. പക്ഷെ ഉപ്പുവെള്ളം കൂട്ടാനിപ്പോൾ എന്താ അറിയോ, വേനൽക്കാലം അവിടെ വെള്ളമില്ല, എന്തെങ്കിലും അസുഖം വന്നാലേ ആകെ കൂടുന്നു. അപ്പോൾ ഇങ്ങനെ കാണിച്ച് ഞങ്ങൾ തിന്നെയാണ്. കോമാങ്ങല്ലേ, അതിൻ്റെ രുചി തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കോവയ്ക്കൊക്കെ അരിഞ്ഞ് സെറ്റാക്കി. ഈ കോവയ്ക്കൊക്കെ ഞാൻ വേസ്റ്റ് ആക്കിയതാണ്. പക്ഷെ ഒക്കെ പഴുത്തിട്ട് ടേസ്റ്റില്ല. ടേസ്റ്റില്ല, പഴുവഴുപ്പാണ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇളയതൊക്കെ തിരഞ്ഞെടുത്താണ് കുറച്ച് കോവയ്ക്ക കിട്ടി. അത് കഴിഞ്ഞ് കോവയ്ക്കാരിനിടയിൽ ഇവർ പിന്നെയും വന്നിട്ട് ഒരു മാങ്ങ വേണം പറഞ്ഞിട്ട് അപ്പോൾ ഒരു മാങ്ങ കൂടി ചെത്തി കൊടുത്തു. പിന്നെ നമുക്ക് ഉപ്പേരി വയ്ക്കാം. പിന്നെ എന്താ പറയുക, അടുപ്പത്തേക്ക് ഇനി നേരായി ഇറങ്ങാൻ കഴിയില്ല. അടുപ്പിൻ്റെ ചൂടും വെയിലിൻ്റെ ചൂട് പറ്റി അവിടെ ആകെ ഉരുകും. അപ്പോൾ ഞാൻ ഗ്യാസും കൂടെ വെക്കട്ടെ ചോദിച്ചിട്ടോ. വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചാണ്ടേ ഈ കോവയ്ക്കിട്ട് ഇളക്കാൻ കഴിയില്ല. കാരണം എന്താ പറയുക, കയ്യിൽ കാശ് കൂട്ടുണ്ട്, അതാ സത്യം. പിന്നെ കുറച്ച് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ ഉപ്പിട്ട് ഞങ്ങൾ കണ്ടാവും. ഞാനത് ശ്രദ്ധിച്ച് എനിക്കത് ഓർമ്മയില്ല. എന്തായാലും ഉപ്പ് ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, നന്നാക്കി ഇളക്കി വേവിച്ചേക്കാം.
കറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പം തട്ടിയത് 3 കിഴങ്ങ് 2 സവാള എടുത്താണ്ട് ഇങ്ങനെ അരിഞ്ഞ് കുറച്ച് വെള്ളം കൂട്ടി ഒരു തക്കാളി എടുത്തുകൊണ്ട് പച്ചമുളക് ഇട്ടു. ഇനി അതിൽ ഉപ്പ്, മല്ലി, മുളക്, മഞ്ഞൾ ഇത് ഇട്ടാണ്ട് കുക്കറിലിട്ടൊരു 3 വിസിലടിക്കട്ടെ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചാലുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ട് അറിയാം, കയ്യിൽ കാശ് കിട്ടുന്നുണ്ട് അതല്ലേ. അപ്പം ഞാൻ വറുത്തരച്ചത് കറിവെക്കാമെന്ന് വിചാരിച്ചത്. തേങ്ങയ്ക്ക് പിന്നെ 2 വെളുത്തുള്ളിൻ്റെ അല്ലി കുറച്ച് ചെറിയ ജീരകം ഇട്ട് നന്നാക്കി വറുത്തെടുക്കാം കേട്ടോ. ഗ്യാസുമ്മ വറക്കുന്ന പരിപാടി ഇത്ര നല്ലതല്ല, കാരണം കുറേ നേരം വറക്കണേ തേങ്ങ കുറച്ച് മൂപ്പ് കമ്മിയുള്ള തേങ്ങയാണ്. ഇതൊക്കെ അടുപ്പത്ത് വറുക്കണായിട്ടും നല്ലത്. അപ്പോൾ അങ്ങനെ വറുക്കാം കേട്ടോ. ഇനി വറുത്ത് അതിൽക്കിട്ട് അരച്ച് വിട്ട് വറവിട്ട് കഴിഞ്ഞാൽ കറിയായി, മീനായി, ഉപ്പേരിയായി, പിന്നെ പപ്പടം ഉണ്ട്, ചോറായി. ഇനി പണിക്കാർക്ക് കൊടുക്കാം, അത്ര തന്നെ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും വാങ്ങാനാണ് ഒരു മാങ്ങ ചെത്തി കൊടുത്തിരുന്നു ഞാൻ. തിന്നട്ടെ മക്കളല്ലേ വെച്ചു. പക്ഷെ അധികമായ 4 മാങ്ങത്തിൽ 3 മാങ്ങ എൻ്റെ കുട്ടികൾ തിന്നേന്. ഇനി ഒരു മാങ്ങ ചമ്മന്തി അരച്ച് തിന്നാൻ വെച്ചപ്പോൾ മാങ്ങ ഇപ്പോൾ കാണാനില്ല കേട്ടോ. അത് വേറെ നഗ്ന സത്യം. അപ്പോൾ തേങ്ങ ഒക്കെ വറുത്ത് അരച്ച് ഞാൻ കറി സെറ്റാക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാനെന്തോ വലിയ ടോക്കിങ്ങിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ അറിയുമോ, ഇതൊന്നും നല്ല വീഡിയോസ് നിർക്കാൻ വിചാരിച്ചിരുന്നത്. രാവിലത്തെ ഒരു മോർണിംഗ് വ്ളോഗായിരുന്നു, ഞാൻ മറന്നുപോയി. എന്നാൽ ചായൻ്റെ കടി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിക്കാൻ വിചാരിച്ചിരുന്നു, ഞാൻ വിട്ടുപോയി, ഓർമ്മല്ല. അപ്പോൾ ഭയങ്കര ബേജാറാവും ഈ കാശിക്കൂട്ടണങ്ങളൊക്കെ തൊട്ട് നടക്കുമ്പോഴേ ഒക്കെ മറന്നു പോവാണ്. എന്തായാലും എന്ന് ഞാൻ ചെറിയ വ്ളോഗായി ഇങ്ങനെ ഇടാൻ ശ്രമിക്കാൻ കേട്ടോ. ഇതിപ്പോൾ എനിക്കൊരു സന്തോഷമായി, കാണുന്ന നിങ്ങൾക്കൊരു സന്തോഷമാവണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.